അസ്സലാമലൈക്കും. ഇന്ന് രാവിലത്തെ ഭക്ഷണം ഒരു മുരിങ്ങാക്കഞ്ഞി ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. അതിനു വേണ്ടി മുരിങ്ങയുടെ ഇലയൊക്കെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. തലേ ദിവസത്തെ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചീനമുളക് ഇട്ട്, ചീനമുളക് ഇങ്ങനെ വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുരിങ്ങ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ആദ്യം ഉപ്പിട്ട് കൊടുത്താലാണ് മുരിങ്ങയുടെ ഇലയുടെ ആ കളറ് നമുക്ക് ആ പച്ച കളർ എപ്പോഴും ഇങ്ങനെ കിട്ടുള്ളൂ. ഉപ്പിടുന്നതിൻ്റെ മുമ്പേ ഇട്ട് കൊടുത്താൽ ആ പച്ച കളർ നഷ്ടപ്പെടും. എല്ലാവരും ആദ്യം ഉപ്പിട്ട ഇതിൽ ഇടണ. ഏത് ഇലക്കറി വെക്കുകയാണെങ്കിൽ ആദ്യം ഉപ്പ് ഇട്ടിട്ട് വേണം ഇല ഇടാൻ. പിന്നെ ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു മുരിങ്ങാക്കഞ്ഞി ഉണ്ടാക്കി കുടിച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്. നമ്മൾ കഞ്ഞിയുടെ വെള്ളത്തിൽ മുരിങ്ങ തിളപ്പിച്ച് പച്ചമുളകൊക്കെ ഇട്ട് തിളപ്പിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചോറിലൊഴിച്ച് കഴിക്കുന്നില്ല, അതേ ടേസ്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. കഞ്ഞി വെള്ളത്തിൽ മുരിങ്ങാക്കറി ഉണ്ടാക്കുമല്ലോ എല്ലാവരും. ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കുറേ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മുരിങ്ങ വെക്കുമ്പോൾ അധികം അങ്ങനെയാണ് വെക്കുക. എപ്പോഴെങ്കിലുമൊക്കെ തേങ്ങ അരച്ച് വെക്കുള്ളൂ. ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം. കഞ്ഞിവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് സൂപ്പ് പോലെ ആക്കിയിട്ട് മുരിങ്ങ ഇടാലോണ്ട് സൂപ്പ് ഉണ്ടാക്കി കുടിക്കും പോലെ അങ്ങനെ. പിന്നെ ഒന്ന് തിളച്ച് വന്നാൽ അത് മാങ്ങിയിട്ട് നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടി ഒന്ന് വേവാൻ കാത്തിട്ട് മൂടി വെക്കണ്ട. മൂടി വെച്ചാൽ എന്താന്ന് പറഞ്ഞാൽ അതിന് ഇലയുടെ നിറം മങ്ങിപ്പോവും ആവിയിൽ കിടന്നിട്ട്. അപ്പോൾ പച്ച ഇലയുടെ ഇത് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ മാങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇളക്കി മറിച്ച് വെളിച്ചെണ്ണയൊക്കെ എല്ലായിടത്തും ആയിട്ട് കുറച്ച് നേരം ഒന്നിങ്ങനെ വെക്കുക. അപ്പോൾ നല്ല ടേസ്റ്റായി കിട്ടും മുരിങ്ങാക്കഞ്ഞി. ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഒന്ന് ഉണ്ടാക്കി നോക്കും. അതിലേക്കൊരു തക്കാളി ചമ്മന്തി കൂടി ആയ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. അതിന് വേണ്ടി 2 തക്കാളി എടുത്തിട്ടുണ്ട്. 4 കഷ്ണമാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിൽ കുറച്ച് ചീനമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് അതിലേക്ക് തക്കാളി ഇട്ടിട്ട് കുറച്ച് ഉപ്പിടുക. പച്ചമുളകും ചീനമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് അതിലേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് മുരിങ്ങാക്കഞ്ഞി അപ്പോൾ റെഡി ആയിട്ടുണ്ട്. റെഡിയായ മുരിങ്ങാക്കഞ്ഞിയും തക്കാളി ചമ്മന്തിയും കൂടി കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ് രാവിലത്തെ ഭക്ഷണം. കൂടെ കുറച്ച് മധുരമിടാത്ത കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായി. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി ഇതാ ഇങ്ങനെ കുടിക്കാൻ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് പാത്രത്തിലേക്ക് വിളമ്പിയെടുത്ത് ചമ്മന്തി, കട്ടൻ ചായ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് ചിക്കനും മട്ടനും മത്തിയൊന്നും കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. വെജിറ്റബിളുകാർക്ക് ഇഷ്ടപ്പെടും. ഓക്കെ.